നിങ്ങൾ വചനം പറയുമ്പോൾ, നിങ്ങൾ മറ്റുള്ളവരുടെ സുവിശേഷം പറയുമ്പോൾ അതിന്റെ ഹീബ്രുവും ഗ്രീക്കും ഒക്കെ ചോദിച്ച് നിങ്ങളോട് വരുന്നവർ ഉണ്ടെങ്കിൽ അവരെ തർക്കിച്ച് തെളിയിക്കാനൊന്നും നിൽക്കണ്ട. കാരണം അവർ രക്ഷിക്കപ്പെടത്തേയില്ല. അവരെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഹീബ്രുവും ഗ്രീക്കും ഒക്കെ പഠിച്ചിട്ട് പോകുമ്പോൾ സ്തോത്രം കുഴിയിലേക്ക് പോകാനുള്ള സമയമാകും. അതുകൊണ്ട് നിനക്കറിയാവുന്നത് 7 ഭൂതം ബാധിച്ചു കർത്താവ് വിടുവിച്ചെന്ന് പറയാനേ അറിയാവോ? അത് നീ അങ്ങ് പറഞ്ഞു തുടങ്ങ്. അവക്ക് ആദ്യം പറയാനുള്ള സന്ദേശം ഭൂതം പിടിച്ചവളായിരുന്നു, കർത്താവ് വിടുവിച്ചു. ഇപ്പൊ എന്നാ ചെയ്യുന്നു? പുറകിൽ നിൽക്കുക. ഇതുവരെ മുമ്പിൽ വന്നില്ലേ? ഇല്ല, പുറകിൽ നിൽക്കുക. ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, പുറകിൽ നിൽക്കാൻ നിനക്ക് കൃപ വേണം. ആ നിൽപ്പിന്റെ പേരാ നന്ദി. ഈ നന്ദിയിൽ തുടർന്ന ജീവിതം കുറച്ചു കഴിഞ്ഞപ്പോൾ അത് സ്നേഹമായി വളർന്നു. ദൈവത്തോട് സ്നേഹം കൂടണോ? നന്ദിയിൽ തുടരണം. യേശു മരിക്കുന്ന ക്രൂശിൽ അതിന്റെ ചുവട്ടിൽ വെളിപ്പാട് പറഞ്ഞ പത്രോസില്ല, കൂടെ നിന്ന് യാക്കോബില്ല, അന്ത്രയോസില്ല. പക്ഷെ ആ ക്രൂശിന്റെ ചുവട്ടിൽ സ്നേഹമുള്ള മഗ്ദലക്കാരത്തി മറിയയുണ്ട്. ഏത് പ്രതിസന്ധികളിലും നിന്നെ പിടിച്ചു നിർത്തുന്നത് നിന്റെ അകത്തുള്ള സ്നേഹമാണ് കേട്ടോ. അതാണ്, സ്നേഹത്തിനൊരു ശക്തിയുണ്ട്. അരിമനാഥൻ പിടഞ്ഞു മറിക്കുമ്പോഴും ക്രൂശിന്റെ ചുവട്ടിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മഗ്ദലക്കാരത്തി മറിയ, എന്താ മറിയേ നീ പോകാത്തത്? എന്റെ ഹൃദയം അവനുമായി ഉടക്കപ്പെട്ടിരിക്കുന്നു.